ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല. ഇത് യൂട്യൂബിലിടും. ഒരു കേസ് സ്റ്റഡി എന്നതിൽ നിങ്ങളെ പേര് പറയണ്ട, സ്ഥലം, നാട് ഒന്നും തന്നെ പറയണ്ട. ഇറ്റ്സ് ഓക്കെ. ഓക്കെയാണ്. എനിക്ക് നിങ്ങളെ കാണുന്നില്ല, കാരണം എനിക്ക് നിങ്ങളെ ഒന്നും കാണില്ല, സൂം പോലും ഞാൻ കാണുന്നില്ല. ഓക്കെ. അപ്പം റൈറ്റ്. അപ്പോൾ എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത്? നമ്മളൊരു 15 മിനിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ 15 മിനിറ്റിനേക്കാളും കൂടാൻ ചാൻസ് ഉണ്ട്. എന്താണ് നിങ്ങൾ ക്ലാരിറ്റി കിട്ടാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ കുറേ ആളുകൾക്ക് ക്യാഷ് കടം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10-17 പേർക്ക് പല ഘട്ടങ്ങളിലായിട്ട് അത്യാവശ്യം ക്യാഷ് ഉണ്ട് പല ആളുകളും. അത് തിരിച്ചു കിട്ടാൻ ഉള്ള ഒരു എന്തെങ്കിലും വഴിയുണ്ടോ, എന്താണ് അതിനെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ. 10-17 പേർക്ക് കൊടുത്ത് എത്ര എമൗണ്ട് ഉണ്ടാവും? ഇത് 60 ലക്ഷത്തിന്റെ മേലുണ്ടാവും. കുറച്ചുള്ളല്ലോ. വേറെ ഉണ്ടോ? 60 ലക്ഷം. 60 കൂടാ. ഞാൻ ചെറുതാന്ന് പറയുന്നത് വലുതാണെന്നാ, വലുതാ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞത്. ഓക്കെ. എത്ര വർഷമായിട്ട് ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട്, ഈ ശീലം വന്നിട്ട്? ഇത് ഒരു ഇപ്പം നിലവില് ഒരു 8 വർഷം 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 8 വർഷമായിട്ട് തരാത്ത ആൾക്കാരാണെങ്കിൽ അതില് ഇപ്പോ ഈ 60ന്റെ മേലുള്ളതാണ് അതിന് മുമ്പുള്ളത്. ഇതിപ്പോ ഞാൻ ഡേറ്റ് കുറച്ചൊക്കെ എഴുതി വെച്ചോളൂ. ഈ 60 മുമ്പ് എത്ര ആൾക്കാർ എത്ര എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടാവും? അതും ഒരു 10-20 ഉണ്ടാവും. 10-20. ഓക്കെ. അത് ഏകദേശം എത്ര വർഷങ്ങൾ ഗ്യാപ്പിലാണ് അത് 20 ലക്ഷം വാങ്ങിച്ചിട്ടുള്ളത്? 2010 ശേഷം, അല്ലെങ്കിൽ 2000 ഒരു 10 മുതൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഒരു 13-14 തൊട്ടിട്ട് വിചാരിക്കാം. ഓക്കെ. ഈ 60 ലക്ഷത്തോ? അതും ഏകദേശം അതിലിങ്ങനെ ഏതായാലും ഒരു 60ന്റെ മേലുണ്ട്. അപ്പൊ അതിന്റെ മുമ്പത്തെ പിന്നെ എനിക്ക് അങ്ങനെ നോക്കണം. പിന്നെ അത് ഓക്കെ. ഏകദേശം 2014 മുതൽ ഇതുവരെ അല്ലേ, 2025 വരെ ഏകദേശം ഒരു 10 വർഷത്തിന്റെ ഉള്ളിലാണ് ഈ 60 ലക്ഷം അല്ലേ? ചോദിച്ചിട്ടുണ്ടോ പല പ്രാവശ്യവും? നമുക്കൊക്കെ വേണ്ടപ്പെട്ട ആളുകളായതുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോ അങ്ങനെ കൊടുക്കും. അവർക്ക് നിങ്ങൾ എന്തിനാ കൊടുത്തിട്ടുള്ളത്? അവർക്ക് ഓരോ സാഹചര്യം ഉണ്ടാവും. ഒന്ന് ബ്രദറിനാണ്, ഒന്ന് അതുപോലെ തന്നെ നമ്മളെ ഫാമിലിയിലുള്ള ഓരോ ആളുകൾക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അങ്ങ് കൊടുത്തു പോണാണ്. പിന്നെ അവരുടെ സാഹചര്യവും ഇപ്പൊ ഈ പറയുന്ന ആളുകളുടെയൊക്കെ പ്രശ്നങ്ങള് നിലവിൽ പ്രശ്നങ്ങളുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ പിന്നെ ഇപ്പം അറിഞ്ഞുകൊണ്ട് പിന്നെ അതിലേക്ക് വീണ്ടും ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. ഇപ്പൊ നിലവിലിപ്പം ലാസ്റ്റ് കുറച്ച് ആയിട്ട് പിന്നെ അങ്ങനെ കൊടുക്കുന്നില്ല ആർക്കും. അങ്ങനെ പരമാവധി ഒരുപാട് കുറച്ചിട്ടുണ്ട്. വളരെ ഫാമിലിയിൽ നിങ്ങളാണ് കുറച്ച് റിച്ച് ആയിട്ടുള്ളത്, ഫിനാൻഷ്യലി റിച്ച് ആയിട്ടുള്ള ശരിയല്ലേ? ഓക്കെ. നിങ്ങൾ ആരാന്ന് പറയണ്ടേ? അപ്പൊ ഓക്കെ, ഫിനാൻഷ്യൽ റിച്ച് ആയിട്ടുള്ള അവര്. പിന്നെ നിങ്ങൾ ഈ കൊടുക്കുമ്പോൾ, നിങ്ങളെ ബ്രദറിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ റിലേറ്റീവ്സിന് കൊടുക്കുമ്പോൾ അവര് സത്യാവസ്ഥ അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ കൊടുക്കുന്നത്? സത്യാവസ്ഥ അറിഞ്ഞിട്ട്, അവര് പെയിൻ അറിഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത്? കിട്ടുന്നുള്ള ഉറപ്പ് തീരെ ഇല്ലാഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത്? ഏകദേശം അപ്പൊ ആ പണം എക്സ്പെക്ട് ചെയ്യരുത്. എക്സ്പെക്ട് ചെയ്യരുത്. അത് അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം. അതേ ഞാൻ പറയുള്ളൂ. അത് പൊരുത്തപ്പെട്ടു. കാരണം നിങ്ങൾ നല്ല മനസ്സിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അല്ല പറ്റിച്ചതല്ലോ. പറ്റിക്കാത്ത ആണെങ്കിൽ ഇതിന് 2 കാരണമുണ്ട്. അതില് ചിലത് കുറച്ചൊക്കെ ഉണ്ട്. അല്ല, ഞാൻ ഇത് ക്ലിയർ ചെയ്യാം നമുക്ക് അടുത്തില്ല. അപ്പൊ ഈ പറ്റിക്കാത്ത വളരെ സെൻസിറ്റീവായിട്ട് നിങ്ങളോട് യഥാർത്ഥത്തിൽ അവരുടെ സ്ഥിതിഗതികൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളോട് ചോദിച്ചു. കാരണം നിങ്ങളുടെ അടുത്താണ് ഉള്ളത്, ആ സമയത്ത് പണം നിങ്ങളുടെ അടുത്താണുള്ളത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് കൊടുത്തത്.
അല്ലേ? അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സഹായിച്ചാ, ഉള്ളിൽ നിന്ന് സഹായിച്ചാ നിങ്ങൾ കിട്ടുന്ന തീരെ പ്രതീക്ഷയില്ല, തീരെ പ്രതീക്ഷയില്ല. അപ്പൊ അങ്ങനത്തെ വ്യക്തിക്ക് ചിലപ്പോൾ അവർ ഇത്രയും കാലം ചിലപ്പോൾ നന്നായിട്ടുണ്ടാവില്ല, ഫിനാൻഷ്യലി ചിലപ്പോൾ അവർ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ വേറെ ബിസിനസ്സിൽ കൂടെ നിങ്ങൾ എന്താന്ന് പറയണ്ട, പക്ഷെ വേറെ ഏതൊക്കെയോ മാർഗങ്ങളിൽ കൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവർ ചിലപ്പോൾ അപ്പോഴും അതേ പഴയ ഇതായിരിക്കും, കാരണം അവർ മൈൻഡ് സെറ്റ് ഒന്നും മാറിയിട്ടുണ്ടാവില്ല. അവർക്ക് ചിലപ്പം തിരിച്ചു തരാനും പറ്റില്ല. അപ്പൊ നമ്മൾ അത് കിട്ടില്ലല്ലോ എന്നുള്ള വിഷമം വരുമ്പോൾ നമുക്ക് അവരോട് വെറുപ്പായിരിക്കും വരില്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ. നമുക്ക് നമ്മളെ പൈസ ഉണ്ടല്ലോ, ഇപ്പോഴും തന്നിട്ടില്ലല്ലോ, 10 വർഷമായല്ലോ, 2 ലക്ഷം വാങ്ങിച്ചല്ലോ, 5 ലക്ഷം വാങ്ങിച്ചല്ലോ. നമ്മൾ അതിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കും അത് ഒരു എന്താണ് റിലേഷൻഷിപ്പിന് ഒരു ബ്രേക്ക് വരും, നമുക്കും അത് നല്ലതല്ല. അതില് ആ വെറുപ്പ് ഇതുവരെ ആരോടും വന്നിട്ടില്ല, കാരണം അവരുടെ ഇത് അറിയുന്നോണ്ടും. പിന്നെ അപ്പൊ എനിക്ക് ഉള്ളത് എന്താന്ന് വെച്ചാല്, പിന്നെ ഇപ്പൊ വേറൊരു സംഭവം ഇതിന്റെ കൂടെ തന്നെ ഒരാളത് ഞാൻ എങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ എനിക്കൊരു കുറി കിട്ടി. ആ കുറി കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര ടൈറ്റ് ആണ്, നല്ലൊരു എമൗണ്ട് ഉണ്ട്, ഒരു 9-10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു കുറി കിട്ടി. അപ്പൊ അവരതിന് മുമ്പേ ആകെ ഈ ബാങ്കിലൊക്കെ പ്രശ്നങ്ങളിൽ കിടക്കുന്ന ആളായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു എന്ന് വെച്ചാല്, ആ കുറി കിട്ടിയത് എനിക്ക് ഏറ്റവും എൻഡിലാണ് വെച്ച് കിട്ടിയത്. അപ്പൊ ഞാൻ അവർക്ക് അത് കൊടുത്ത് ആ ക്യാഷ്. അപ്പൊ അവരുടെ എല്ലാ പ്രോബ്ലം സോൾവ് ആയി. എന്നിട്ട് പിന്നെ ഈ കുറി ഒരു കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അത് കൊടുക്കേണ്ട ക്യാഷ് ഉണ്ടല്ലോ ഓരോ മാസം, അത് അവര് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു 1 ഇയറിന്റെ ഉള്ളിലായപ്പോൾ വീണ്ടും കിട്ടി. അപ്പൊ അവരുടെ പ്രോബ്ലം സോൾവ് ആയി. എനിക്കൊരു 1 ഇയർ മാത്രമേ പോയിട്ടുള്ളൂ. അങ്ങനെയാണ് ആ ഒരു പൈസ. അതല്ലെങ്കിൽ എനിക്ക് ആ പൈസ കിട്ടാൻ ഒരു വകുപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് ഒന്ന് തിരിച്ചു കിട്ടിയത് ഒരു സംഭവം. എന്നാൽ ഇതുപോലെ വേറെ എന്തെങ്കിലും രീതിയിലൂടെ ചെയ്താല് ആ ഒരു ഇതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും ഇവരെ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ. പക്ഷെ അവരത് ബാക്കിംഗ് ഉണ്ടോ? അതാണ് ചോദ്യം. ഇല്ല. ഈ പറഞ്ഞ വ്യക്തി, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കേസ്, നിങ്ങൾ ചിട്ടി ഫണ്ട് എന്ന് പറഞ്ഞ ആ കേസിൽ ആ വ്യക്തിന്റെ അടുത്ത് പൈസ ഉണ്ടായിരിക്കും, കുറച്ചെങ്കിലും ഉണ്ടാവുമല്ലോ. മന്ത്ലി വരുന്നുണ്ടായിരുന്നു. മന്ത്ലി വരുന്നുണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ട്. ഒന്നില്ലെങ്കിൽ സാലറി ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ഇൻകം ആയിട്ട് ചെറിയ തുകയെങ്കിലും വരുന്നോ, അതാണ് അവർ ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തന്നത്. 1 വർഷം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്, ശരിയല്ലേ? അല്ല, അങ്ങനെയല്ല ഉണ്ടായത്. അവർ എൻ്റെ ആ കുറി, ഞാൻ പുതിയ ചേർന്ന കുറിന്റെ പേയ്മെന്റ് പോലും നടത്തിക്കൊണ്ട് പോവാണ് ഇപ്പൊ. അത് പേയ്മെന്റ് നടത്തുന്ന അവർക്ക് മാസം റവന്യൂ കിട്ടുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് ക്യാഷ് ഫ്ലോ ഉണ്ട്, എവിടുന്നോ അവർക്ക് ഒരു ഇൻകം സ്ട്രീം ഉണ്ട്. ആ ഇൻകം സ്ട്രീം മുഖാന്തരം അവർ അടിച്ചു പോണത് നിങ്ങളെ കുറി അവർ അടിക്കണത്, ശരിയല്ലേ? അല്ലേ? പക്ഷെ മറ്റേ കക്ഷികൾ നോക്കുക, മറ്റേ കക്ഷികൾക്ക് അതേപോലെ ചെയ്യാൻ പറ്റുമോ? അവർക്ക് മന്ത്ലി അവർക്ക് ക്യാഷ് ഫ്ലോ വരുന്നുണ്ടോ? ഇല്ല, അത് കിട്ടൂല. അതേ ഞാൻ പറഞ്ഞത്. ഇത് 2 കേസ് വ്യത്യാസമുണ്ട്. നമ്മൾ ലോജിക്കായി, നമ്മൾ ഇമോഷനെ കൊണ്ടുവരുത്. ഇവിടെ ലോജിക്കായി ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ എന്ന് പറഞ്ഞ ടീമിന് അവർക്ക് മന്ത്ലി അവർക്ക് ഏതെങ്കിലും ഗവൺമെന്റ് ജോബോ അല്ലെങ്കിൽ സാലറിയോ ടീച്ചറോ എന്തെങ്കിലും ആയിരിക്കാം, അവർക്ക് ഇൻകം വരുന്നുണ്ട്. അവർക്ക് ആ ഒരു എമൗണ്ട് മാസം നിങ്ങളുടെ അടവ് അടക്കാൻ അവർക്ക് പ്രയാസമില്ല. എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് എനിക്ക് പ്രയാസമുള്ളത്, അല്ലേ? അവർക്ക് കുറച്ച് ചെയ്യാൻ അവർക്ക് ഓക്കെ. പക്ഷെ നിങ്ങൾ മറ്റേ ക്ലയൻസ് വെച്ചാൽ നിങ്ങളെ ബ്രദേഴ്സ് ആയിരിക്കാം, നിങ്ങളെ റിലേറ്റീവ്സ് ആയിരിക്കാം, അവർക്ക് ആ സോഴ്സ് ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്പർ 1 ഇല്ല എന്ന് വിചാരിക്കുക. നമ്പർ 2 അവർക്ക് തരണമെന്ന് ആഗ്രഹം വേണം കേട്ടോ. നമ്പർ 2 അവർക്ക് തരണമെന്ന് ആഗ്രഹം വേണം. ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ എൻ്റെ ബിലീഫ് പ്രകാരം കേട്ടോ, ഞാൻ നിങ്ങൾ ആരാന്ന് പറയണ്ട, എൻ്റെ ബിലീഫ് പ്രകാരം, അതായത് എനിക്ക് ആരെങ്കിലും കടം തരാണ്ടെങ്കിൽ, ഞാൻ ആർക്കും കടം കൊടുക്കാണ്ടെങ്കിൽ മരിച്ചാൽ എൻ്റെ മേലെ പ്രേ പോലും ചെയ്യാൻ പാടില്ലെന്ന്. You got me. You should not be praying because ഞാൻ കടമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ആരെങ്കിലും പറഞ്ഞ പപ്പാക്കുള്ള കടങ്ങൾ ഞങ്ങൾ വീട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ടുള്ള ഗ്യാരണ്ടി കൊടുക്കണം. അല്ലേ? ഒരിക്കലും ഒരു കടം വെച്ചിട്ട് മരിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, അവർക്ക് തരാൻ പറ്റൂല എന്നുള്ളത് നമ്മൾക്ക് ഉറപ്പാണെങ്കിൽ നമ്മൾ ശരിക്കും അത് ക്ലിയർ ചെയ്ത് വെക്കണം. കാരണം പൈസ കണക്ക് എപ്പോഴും എഴുതി വെക്കണം. പൈസന്റെ കണക്ക് അത് ചെറിയ എമൗണ്ട് ആയാലും വലിയ എമൗണ്ട് ആണ് വേണ്ട, അത് എപ്പോഴും എഴുതി വെക്കണം. കാരണം നമുക്ക് എന്താ സംഭവിക്കാൻ നമുക്ക് അറിയില്ല. ചിലപ്പോൾ മക്കൾക്ക് അറിയണ്ടാവില്ല എങ്ങനെ കടം വാങ്ങിച്ചിട്ടുള്ളത്, അല്ലേ? ശരിയല്ലേ? അപ്പം ഒന്നില്ലെങ്കിൽ യു ഹാവ് ടു ഹാവ് എ കൺവെർസേഷൻ വിത്ത് ദം. അത് തരാൻ പറ്റെങ്കിൽ ഗുഡ്,
തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളത് മറന്നു കളയുന്ന രീതിയിലായിരിക്കും. കാരണം നിങ്ങൾ അവർ സഹായിച്ചാണ്. അവർ തന്നും പൈസ ഇല്ല, ഇന്നും പൈസ ഇല്ല. പക്ഷേ രണ്ടാമത്തെ കേസ് അങ്ങനെയല്ല കേട്ടോ. രണ്ടാമത്തെ കേസ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നോന്ന് പഠിച്ച് ശീലിക്കണം. നോ, യു ഹാവ് ടു ലേൺ ഹൗ ടു സേ നോ. കാരണം ഈ നോന്ന് പറയാത്ത വ്യക്തികളെ ആണ് ഇവർ വീണ്ടും വീണ്ടും വീണ്ടും, ഞാൻ ടാർഗറ്റ് എന്നുള്ള പദം ഇവിടെ ഉചിതമാണോ എന്ന് എനിക്കറിയില്ല, ടാർഗറ്റിൽ അങ്ങനത്തെ ആൾക്കാരെ ഇതിൽ പെടുള്ളൂ. അവർക്കറിയാം ഈ വ്യക്തിക്ക് നോന്ന് പറയാറില്ല, ചോദിച്ചാൽ കിട്ടും എന്നുള്ളത്. ഇല്ലെങ്കിലും മൂപ്പര് കടം വാങ്ങിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് തരും എന്നുള്ള ആ രീതിയിൽ നിങ്ങളടുത്തേക്ക് വീണ്ടും വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, മക്കളുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. എത്ര കുട്ടികളാ? 4. എത്ര? മൂത്ത ആൾക്ക് എത്രയായി? 15 വയസ്സ്. അവരുടെ കംപ്ലീറ്റ് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന സാമ്പത്തികം നിങ്ങളുടെ അടുത്തുണ്ടല്ലോ അല്ലേ? അപ്പം അതായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം. ഇനി അവരെ ജീവിതം നിങ്ങളുടെ ജീവിതം കൊണ്ടുപോയിട്ട് പ്രശ്നമാക്കരുത്. വാട്ട് യു ഡു ഇസ് ലേൺ ടു സേ നോ. ഓക്കെ. ഇമോഷൻസ് കൊണ്ടുവരാൻ പാടില്ല. ഞാൻ എൻ്റെ സ്ഥിതി ഞാൻ പറഞ്ഞു, ഞാൻ ആർക്കും കടം കൊടുക്കാറില്ല. കാരണം ഞാൻ ഒരുപാട് കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുടുങ്ങി. ഞാൻ 2001 ഞാൻ നല്ലൊരു പാഠം പഠിച്ചത്. ഇതിൽ ബ്രിട്ടീഷ് പൗണ്ടിൽ ഞാൻ കൊടുത്തത്. അതോടുകൂടി ഞാൻ നല്ലൊരു പാഠം പഠിച്ചു. എൻ്റെ ബാങ്ക് ബാലൻസ് 0 എത്തി. ഓക്കെ. എൻ്റെ UK അക്കൗണ്ടിൽ ഞാൻ ഇന്ത്യയിലേക്ക് UK അക്കൗണ്ടിൽ കംപ്ലീറ്റ് വിഡ്രോ ചെയ്തിട്ട് കംപ്ലീറ്റ് കൊടുക്കേണ്ടത്. കാരണം എന്നെ പറ്റിച്ചു കുറേ ആൾക്കാർ. അതിനുശേഷം ഞാൻ പഠിച്ച പാഠം കടങ്ങൾ കൊടുക്കാൻ പാടില്ല. ഒരു പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാഠം മറന്നു കളയാൻ പാടില്ല, ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഇത് ഒരുപാട് 10 ലക്ഷത്തിന് 16 ലക്ഷം 60 ലക്ഷത്തിൻ്റെ ഒക്കെ പാഠങ്ങളാണ് അത്. ഓക്കെ. അത് ഭയങ്കര എക്സ്പെൻസീവ് പാഠങ്ങളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതൊരിക്കലും മറക്കരുത്. ഒരിക്കലും ഇമോഷൻസ് കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ. പ്രോമിസ് ചെയ്യരുത്. ആരെയും പൈസ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ പ്രോമിസ് ചെയ്യാൻ തരാം എന്നൊക്കെ, അല്ലെങ്കിൽ ചിലവരുണ്ട് ഇൻഷാ അള്ളാ എന്നൊക്കെ പറയണം. അതൊന്നും പറയരുത്. മനസ്സിലായേ? ഞാൻ ആലോചിച്ച് പറയാമെന്ന് പറയാം. പിറ്റേ ദിവസം വന്ന് നിങ്ങളെല്ലാം ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഷാ അള്ളാ എന്ന് ചിലർ പറയും. അപ്പോൾ നിങ്ങളല്ലേ ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞു, ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ ഒരു വാക്കും പറയരുത്. വളരെ കെയർഫുള്ളായിരിക്കും. ഇങ്ങനത്തെ ഇവർ നിങ്ങൾ എവിടെന്നെങ്കിലും ഹുക്ക് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത്. എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ലോജിക്കലായിട്ട് നിങ്ങൾ ചിലപ്പോൾ വൈഫിനോട് ഇരുന്നിട്ട്, അല്ലെങ്കിൽ ആരാണോ ഡിസിഷൻ മേക്കേഴ്സ്, നിങ്ങൾ ഇരുന്നിട്ട് ശരിക്കും ലോജിക്കലായിട്ട് ഡിസൈഡ് ചെയ്യുക. ഒരിക്കലും ആ സ്പോട്ടിൽ ഡിസൈഡ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഡിസിഷൻസ് ഒക്കെ പെട്ടെന്ന് എടുത്ത ഡിസിഷൻസ്, അവിടെ ഈ പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഡോണ്ട് ഡു ദാറ്റ്. ടേക്ക് ടൈം. Take time and use logic rather than emotions. Okay. Did you get some sort of clarity? Yes. Happy with that one? Yeah. മറന്നുകളെ അത് നിങ്ങൾ കൊടുത്താണ്. ഞാൻ അങ്ങനെ കുറേ മറന്നു കേട്ടോ. ഞാൻ കുറേ മറന്നു. കാരണം അത് കിട്ടൂല എന്ന് എനിക്കറിയാം. ഒന്നില്ലെങ്കിൽ അവർ തരാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരായിരിക്കും. ഞാൻ ഇതും പറഞ്ഞല്ലോ, ഞാൻ ഈ 2001 പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. വലിയൊരു എമൗണ്ട് കുറേ ആൾക്കാരെ എന്നെ പറ്റിച്ചു, ഒരുമിച്ചാണ് പറ്റിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. എനിക്കൊരു ഫോൺ കോൾ വന്ന് ഒരു വ്യക്തിൻ്റെ അടുത്ത്. ആ വ്യക്തി പറഞ്ഞ്, ഞാൻ ഈ പറഞ്ഞ 5-8 ആൾക്കാരെന്ന് പറഞ്ഞില്ല, അതിലൊരു വ്യക്തിയെന്ന്. എന്നിട്ട് പറഞ്ഞ് എനിക്ക് ശരിക്കും ഉറക്കം കിട്ടുന്നില്ല. കാരണം ഞാൻ പഠിപ്പിച്ച ഫീസാണ് കേട്ടോ തരാത്ത, വലിയ എമൗണ്ട് UK പൗണ്ട്സിൽ. എന്നോട് പറഞ്ഞ് എനിക്ക് ഈ ഒരു നിങ്ങളെ പഠിപ്പിച്ച കാരണം ഞാൻ നല്ല പൊസിഷനിൽ എത്തിക്കണം. ഇപ്പോൾ അന്ന് ആ ആൾ വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഫിജിയിലാണ്, ഫിജി ഐലൻഡിൽ എവിടെയാണ്. ഞാൻ നല്ല പൊസിഷനിലെത്തി. പക്ഷേ എനിക്ക് ഇന്നും ആ കുറ്റബോധമുണ്ട്. ഞാൻ നിങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് ഞാൻ അതിൻ്റെ പൈസ ഞാൻ തരാതെ എനിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പോകുന്ന ആളാണ്. ഞാൻ ഇതിൻ്റെ അന്നത്തെ ഫീസ് എനിക്ക് തിരിച്ചു. ഞാൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി കേട്ടില്ല. എൻ്റെ വീട്ടിൽ വന്നിട്ട് അന്നത്തെ ബ്രിട്ടീഷ് പൗണ്ട് എത്രയാണോ അത് കൊടുത്തു. അത് വാല്യൂ കംപ്ലീറ്റ് മാറിയിരിക്കണം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ആ വ്യക്തി കൊടുത്തു, കാരണം ആ വ്യക്തിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ 5-10 ആൾക്കാർ, ആ 10 ആൾക്കാർ എക്സാമ്പിൾ ഒരു 10 ആളെന്ന് വിചാരിക്കുക. ആ 10 ആൾക്കാർ പിന്നീട് ക്യാഷ് വരിക എന്ന് വിചാരിക്കുക. പിന്നീട് ക്യാഷ് വന്നിട്ട് അവർക്ക് പിന്നെ നിങ്ങൾക്ക് തരാതെ ഇരിക്കുകയാണെങ്കിൽ അത് പറ്റിക്കില്ല. അവർക്ക് ക്യാഷ് വന്നിട്ട് അവർക്ക് കൊടുക്കണം എന്നുള്ള തോന്നലില്ലെങ്കിൽ അവർ ശരിക്ക് ഇതാണ് അവർ ഉള്ളിൽ നിന്നുള്ള മനസ്സ് നന്നായിട്ടില്ല എന്നുള്ള. അതല്ല, അവർക്ക് ആ ക്യാഷ് വന്ന് ഇതിപ്പം കിട്ടിയിട്ടുണ്ട്, ഞാൻ തിരിച്ചു കൊടുത്തേ മതിയാവും എന്നുള്ള നല്ല മനസ്സിലുള്ള ആൾക്കാരായിരിക്കും അത്. മനസ്സിലാകണ്ട. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഞാനൊരു കമ്പ്യൂട്ടറിൻ്റെ ഒരു കോഡ് വയർ വാങ്ങിച്ചിരുന്നു. അത് 1900 രൂപ, 1900. ഞാൻ 2 മാസമായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് ഇന്ന് പോലും എനിക്ക് ഓർമ്മ അത് കൊടുക്കണം എന്നുള്ളത്. മനസ്സിലായില്ല, ഞാൻ മറന്നുപോയതാ. പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ട് സാധനം കൊടുക്കാണ്ടെന്നത്.
അപ്പൊ ഞാൻ ഇന്നത്തെ അജണ്ടയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് അത് കൊടുത്തേ മതിയാവുന്നുള്ളൂ. കാരണം എനിക്ക് പേടിയാണ്, എനിക്ക് ആ പൈസ കൊടുത്തില്ല, ആരുടെങ്കിലും പൈസ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണത്. സോ നമ്പർ 1, നിങ്ങൾ കൊടുത്തത് മറക്കുക, കിട്ടിയത് നന്നായി. പക്ഷേ ഹിയർ ആഫ്റ്റർ സേ നോ ആൻഡ് ബി വെരി ലോജിക്കൽ വെൻ സംബഡി ആസ്ക്സ് ഫോർ മണി. ഓക്കെ, ഹാപ്പി? ഷുവർ, ഹാപ്പി. താങ്ക് യു. താങ്ക് യു. Okay, let's move on to the next caller, please.